എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഒരു കടയിൽ പോയപ്പോൾ ഒരു ചർച്ച പോലെ അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടി നിന്ന് ഒരു പൊതുവായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അതിൽ വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ നിന്ന ഒരാളിൻ്റെ വേണ്ടപ്പെട്ടവർ ആരോ വിദേശത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് എയർപോർട്ടിലേക്ക് ഓട്ടം പോകാൻ വേണ്ടി അവരുടെ തന്നെ ഒരു ബന്ധുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കാറിൽ. അപ്പോൾ അത് ടാക്സി പെർമിറ്റുള്ള കാറൊന്നും അല്ല. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്ക് അത്രത്തോളം പരിചയമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഈ ടാക്സി പെർമിറ്റ് എടുത്ത് ഓടുന്ന ടാക്സി ഡ്രൈവേഴ്സിന് അവർ കൂടുതലായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കഷ്ടപ്പെട്ട് കൊടും ചൂടത്തും അതുപോലെ മഴയത്തും എല്ലാം ഒരു ദിവസം ഒരു ഓട്ടം പോലും കിട്ടാതെ ടൗണുകളിലും മറ്റും ഒരുപാട് നിരനിരയായിട്ട് വണ്ടി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ അവർക്കൊന്നും ഇരിക്കാൻ പോലും ഇടയില്ലാഞ്ഞിട്ട് ഈ ചൂടുള്ളപ്പോഴൊക്കെ അവർ ചിലയിടത്ത് ടിൻ ഷീറ്റ് അല്ലെങ്കിൽ ചിലയിടത്ത് ഒരു ഓലയൊക്കെ മടഞ്ഞ് വെച്ചിരിക്കുന്ന കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അടുത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ പോയി എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാം. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ നാം ഒരു കാരണവശാലും ടാക്സി ഓടാതെ സ്വന്തം ആവശ്യത്തിന് പലരും വണ്ടി വീട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റ് തന്നെയാണ്. അതായത് നമുക്ക് വരുന്ന ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പരിചയക്കുറവായിരിക്കും. ടാക്സി ഡ്രൈവേഴ്സിനാണെങ്കിൽ അവർ ഒരു ദിവസം തന്നെ എയർപോർട്ടിൽ എത്ര തവണ പോകുന്നവരുണ്ട്. അതുപോലെ അവർ ലോങ് ഡിസ്റ്റൻസിലുള്ള ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രവൃത്തി പരിചയമുണ്ട്. നമ്മൾ വെറും സാധാരണ ഓടിക്കുന്ന ഒരു ഡ്രൈവിംഗ് ശൈലിയേ അല്ല അവരുടേത്. അപ്പോൾ അവർക്ക് ആ വഴിയിലെ അല്ലെങ്കിൽ ആ റൂട്ടിലെ ഓരോ കുണ്ടും കുഴിയും അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനിലെയും റിസ്ക്, അല്ലെങ്കിൽ ഓരോ സമയവും എങ്ങനെ പോകണം, ഏതിലെ ഒരാവശ്യം വന്നാൽ ഷോർട്ട് കട്ട് വഴി പോകണം, ഇങ്ങനെ പല വിധത്തിലുള്ള അറിവ് അവർക്കുണ്ട്. അങ്ങനെയുള്ള പലതരം സാഹചര്യങ്ങളെ മറികടക്കാനുള്ള കഴിവും അവർക്ക് സ്വതവേ കൂടുതലാണ്. ചിലപ്പോൾ ഒരു 100-200 രൂപയൊക്കെ ടാക്സി ഡ്രൈവേഴ്സിനേക്കാളും കുറവായിരിക്കും ഈ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെ പരിചയക്കാരോ ഈ ടാക്സി അല്ലാതെ കള്ള ടാക്സി ആയിട്ട് ഓടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയും ഇങ്ങനത്തെ മണ്ടത്തരത്തിന് പോകരുത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക.